ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ മനസ്സിലാ തണുത്തു പോവില്ലേ? ഈ കുട്ടി എന്ത് ചെയ്യാ? മോളെ മതി, നീ ഒന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ഓ, ഈ കുട്ടി വിളിച്ചിട്ടും കേൾക്കുന്നില്ലാലോ. 16. ഈ പ്രോബ്ലം എത്ര ചെയ്തിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. മോളെ, നീ കഴിച്ചിട്ട് പഠിക്ക്. ഭക്ഷണം ഉണ്ടാക്കി വെച്ച് തണുത്തു പോകുന്നു. അമ്മ ഇപ്പൊ വേണ്ടമ്മേ, ഞാൻ കുറച്ചു കണ്ടു വന്ന് കഴിക്കാം. ഇന്നലെ രാത്രി 2 മണി വരെ പഠിച്ചിട്ടല്ലേ മോളെ ഉറങ്ങിയത്? ഇന്ന് രാവിലെ ഇപ്പൊ എന്താ ചെയ്തത്? എണീറ്റ് ബ്രഷ് ചെയ്ത് ഒരു കട്ടൻ ചായയും കുടിച്ച് വീണ്ടും പഠിക്കാൻ തുടങ്ങി. ആരോഗ്യം കൂടി നോക്കണ്ടേ മോളെ? വന്ന് കഴിച്ചിട്ട് പഠിക്ക്. അമ്മ കുറച്ച് പോർഷൻസ് കൂടി കവർ ചെയ്യാനുണ്ട്, ബാക്കിയെല്ലാം കഴിഞ്ഞു. പക്ഷെ ഫിസിക്സും മാത്സും ഇല്ലേ, കുറച്ച് ടഫായിട്ട് തോന്നുക. അതിൽ കുറച്ച് പ്രോബ്ലംസ് എനിക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റണില്ല. ആതിരയൊക്കെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നാ പിന്നെ മോളെ ഒരു കാര്യം ചെയ്യ്, അവളോടൊന്ന് അന്വേഷിക്ക്. നല്ലതാണെങ്കിൽ നീയും വെക്കോ. അച്ഛനോട് ഞാൻ ഫീസ് എടുക്കാൻ പൈസ അയച്ചു തരാൻ പറയും. എന്നാ പിന്നെ മോളെ ഒന്ന് കഴിക്കാൻ നോക്ക്. വാ. മോനെ, നീ ഈ ആഴ്ച വരുന്നുണ്ടോ? അതെന്താ? ആ, ഇല്ല, അവള് കോളേജിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ PG-ക്കാര് ടൂർ ഉണ്ട് എന്നെന്താ പറയുന്നുണ്ടോ? ആ, അങ്ങനെ തന്നല്ലേ, പെൺപിള്ളേരല്ലേ, പെട്ടെന്നല്ലേ വളരുന്നത്. അമ്മേ, ശരി മോനെ, ശരി, പിന്നെ വിളിക്കാം. അമ്മ എനിക്ക് പോണ്ടേ? ആ, നിനക്ക് ഇറങ്ങാനായില്ലേ? ആ, നിനക്ക് മുടിയൊന്നും മര്യാദ കെട്ടിട്ട് പോയിക്കൂടെ മോളെ? ഒന്നില്ലെങ്കിൽ കോളേജിലേക്കല്ലേ പോകുന്നത്? ആ, അതിലൊന്ന് ക്ലാസ് ഒന്നും ഇല്ലമ്മേ, ഞങ്ങള് ടൂറ് പോകുന്നുണ്ടല്ലോ, അതിന്റെ എന്തോ ഒരു ഡിസ്കഷന് വേണ്ടിട്ടാ. ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരും. അവനും അതാ പറഞ്ഞു ഈ ആഴ്ച വരുന്നില്ല. എന്താ ടൂർ പോകാൻ ഓഫീസിൽ നിന്ന്. പാൽക്കാരൻ മതി, പാല് വേണം. ഞാൻ ആപ്പിള് കഴിച്ച് പാതിയോടെ വെച്ചിട്ട് വേണ്ട, അത് മുഴുവനും കഴിക്കും. അല്ലമ്മേ, ഏട്ടൻ ടൂർ പോണവരെ എന്നാണ് വിളിച്ചു പറഞ്ഞത്? ആ, അവൻ ഇപ്പഴാ വിളിച്ചു പറഞ്ഞത്, പെട്ടെന്ന് തീരുമാനിച്ചാത്രേ. ഏട്ടന് ടൂർ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതി, ആരോടും സമ്മതമൊന്നും ചോദിക്കണ്ടല്ലോ. ആ, അങ്ങനെ തന്നെയല്ലേ, അവൻ ജോലിയല്ലേ. അത് ശരിയാ, അവന്റെ കാര്യങ്ങൾക്കുള്ള പൈസ അവന്റെ കയ്യിൽ ഉണ്ടല്ലോ. അമ്മ എനിക്ക് സമയം ഒന്ന് പൈസ എടുത്ത്. ആ, നിക്ക് എടുത്തിട്ട് വരാം. എന്നാ, അച്ഛൻ 5000 രൂപ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് 5000 ആണ് അച്ഛനിട്ടെ. അമ്മയല്ലേ പറഞ്ഞേ അമ്മയ്ക്ക് കുറച്ച് സാരിയൊക്കെ വാങ്ങണം, ഇവിടെ ഉള്ളതൊക്കെ പഴയതായിരുന്നു. അപ്പൊ അതിനുള്ള പൈസ ഇട്ടില്ല. സാരിയൊക്കെ വേണമായിരുന്നു. ഇപ്പൊ മോളല്ലേ പറഞ്ഞു പെട്ടെന്ന് ടൂർ പോകണമെന്ന്. അപ്പൊ നിനക്കുള്ള പൈസ മാത്രമേ അയച്ചു തന്നു, സാരി വാങ്ങാൻ അയച്ചു തന്നില്ല. എന്തിനാണെന്ന് ഇത്രയും വിദ്യാഭ്യാസം വെച്ചിട്ട് ഈ 1000-നും 2000-നും വേണ്ടി അച്ഛന് മുമ്പിൽ ഇങ്ങനെ ഇറക്കാൻ നിൽക്കുന്നു? അമ്മയ്ക്ക് ജോലിക്ക് പോയതായിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാകുമായിരുന്നോ? അതിലെനിക്ക് ഒരു പരാതിയില്ല. അല്ല, ഞാൻ ഇട്ടിങ്ങാണ്ട് ജോലിക്ക് പോയതാണെങ്കിലേ നിങ്ങൾ രണ്ടാൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ രണ്ടാളുടെ പുറകെ ഓടുന്നതിന് ഒരു കണക്കുമില്ല, അത്രയും വികൃതിയായിരുന്നു. ഇപ്പോഴല്ലേ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം ചെയ്യാൻ തുടങ്ങിയത്. നീ കാർഡ് പിടിക്ക്. എന്നാ ശരിയമ്മ, ഞാൻ ഇറങ്ങട്ടെ. 2 മിനിറ്റ് നിൽക്കാം, പാലം ചൂടായി കൊണ്ടുവരാം. വേണ്ടമ്മേ, പാലൊക്കെ ഞാൻ വന്നിട്ട് കുടിക്കാം, ഇനി നിന്നാ ലേറ്റാവും. അമ്മേ, നീ എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു മോളെ ഓഫീസില്? എല്ലാരും നല്ലതാമ്മ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മാത്രല്ല, 2-3 പേര് വേറെ ഉണ്ടായിരുന്നു, ഒന്ന് ജോയിൻ ചെയ്ത്, അതുകൊണ്ട് കമ്പനിയൊക്കെ കിട്ടി. ഓ, നന്നായി. അത് ഞാൻ ഇത്ര നേരം ഇവിടെ നോക്കി നിൽക്കായിരുന്നു മോളെ. പിന്നെ നമ്മുടെ രാജൻ ബ്രോക്കറെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബ്രോക്കറോ? എന്താ ഏട്ടന് ഇനിയും വല്ല സ്ഥലവും നോക്കുന്നുണ്ടോ? പിന്നെ ഏട്ടന് സ്ഥലം നോക്കുക. അവൻ കുറെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലോ, അതൊന്നും അല്ല.
നിന്റെ കല്യാണക്കാരിയാ മോളെ. കല്യാണക്കാര്യോ? എന്താ അമ്മ ഈ പറയുന്നത്? ജോലി കിട്ടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് എനിക്ക് കല്യാണം നോക്കുക? പിന്നെ എന്താണ് വിചാരിച്ചത്? ഇത്രയും കാലം പഠിപ്പിന് വേണ്ടി 10-23 വർഷം പോയി. ഇനി വർഷങ്ങൾ ഇങ്ങനെ കളയാനാ ജോലി എന്ന് പറഞ്ഞിട്ട്? ഇനിയും വർഷങ്ങൾ കളയാനൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്കിപ്പോ ജോലി കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഒരു 3-4 വർഷങ്ങൾ ഞാൻ ജോലി ചെയ്തോട്ടെ, എന്നിട്ട് പോരെ കല്യാണം. അതൊന്നും നടക്കില്ല മോളെ. ഇത്രയും കാലം നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. അല്ല, എത്ര പ്രാവശ്യം ഒരു നല്ലൊരു ആലോചനയും കൊണ്ട് വരുന്നത്. ഇന്ന് നീ ജോലിക്ക് പോയി എന്ന് പറഞ്ഞപ്പോ തന്നെ മൂപ്പർ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഓ, നല്ല കാര്യായി. ഞാൻ പറഞ്ഞു അമ്മയോട് എനിക്ക് കല്യാണം നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇതാ ഈ കാല് കിടക്കുന്ന ചെരുപ്പ് മുതൽ ഈ മൊബൈൽ ഫോൺ വരെ അച്ഛൻ വാങ്ങി തന്നതാ. എനിക്കും എന്തെങ്കിലും സ്വന്തമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടാവില്ല അമ്മേ. അതിന് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ഈ കല്യാണം കഴിഞ്ഞൊരു കുടുംബത്തിൽ പോകുമല്ലേ, അല്ലാതെ സന്യാസിക്കാൻ പോകുന്നല്ലോ. ഇപ്പോഴാണ് നല്ലൊരു ജോലിയും കയ്യിലുണ്ട്. നീ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തോ. അത് ഇവിടെ നിന്ന് വേണ്ട, അവിടെ പോയിട്ട്. അമ്മയപ്പൊ ഏട്ടനോ? അവന് 10-30 വയസ്സായില്ലേ, ഇനിയും കല്യാണം കഴിച്ചില്ലല്ലോ. അവനിപ്പോ നല്ല ജോലിയായി, കാറായി, സ്ഥലങ്ങളായി, ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ആയി. അതുപോലെ തന്നെയല്ലേ ഞാനും. എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടാവില്ലേ? അവനെ പോലെയാണോ നീ? ഞാൻ ബ്രോക്കറോട് ഞായറാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ വേറൊന്നും പറയണ്ട. എന്തായാലും ഞായറാഴ്ച ഒരു വരുവേ, നീ റെഡിയായിരുന്നോ? സംസാരിച്ച് കഴിഞ്ഞ രണ്ടുപേരും. അപ്പൊ കുട്ടീനൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം അല്ലെ? എനിക്കൊക്കെയാണ്. പിന്നെ ബ്രോക്കർ ഞങ്ങൾക്ക് മോളെ ഫോട്ടോ കാണിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടായി. പിന്നെ ജാതകത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾ നോക്കിയിട്ടില്ലേ? കുറിപ്പൊക്കെ ഞങ്ങൾ നോക്കിയതാ, നല്ല ചേർച്ചയുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് അതിലൊക്കെ നല്ല വിശ്വാസം. എന്നാ പിന്നെ മോളെ, ഞങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ. മോള് പോയിക്കോ. അതല്ല അമ്മാവ, നിങ്ങൾ എന്റെ കല്യാണ കാര്യമാണല്ലോ ഇവിടെ ചർച്ച ചെയ്യാൻ പോണത്. അപ്പൊ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ അറിയണ്ടേ? ഈ ന്യൂ ജനറേഷൻ കുട്ടികളെയും കൊണ്ട് ഞാൻ തോറ്റ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കുറച്ച് ബോൾഡ് ആയിരിക്കും നല്ലത്, അല്ല പെങ്ങളെ? എന്താടാ? അതെ അതെ, അമ്മ പറഞ്ഞതന്നെ ശരി. ഇപ്പത്തെ പെൺകുട്ടികൾ കുറച്ച് ബോൾഡ് ആവുന്നതന്നെ നല്ലത്. എന്നാ പിന്നെ നമുക്ക് സമയം കളയേണ്ട കാര്യത്തിലേക്ക് കിടക്കാം അല്ലെ? നമ്മുടെ ചെക്കന് 5 അക്ക ശമ്പളം ഉണ്ട്. പിന്നെതാ ഇന്നത്തെ കാലത്ത് 60,000 രൂപ ശമ്പളം ഉണ്ടാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയല്ലേ, ചെറുതൊന്നല്ലല്ലോ. ഇനിയിപ്പോ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ചെക്കൻ എന്തൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വേറൊന്നും അല്ല, ഞങ്ങൾ വലിയ തറവാട്ടുകാരാ, ഒരുപാട് കുടുംബക്കാരുണ്ട്. അപ്പൊ മോന് കല്യാണം ശരിയായി എന്ന് പറഞ്ഞാ അവര് ചോദിക്കും പെൺകുട്ടിന്റെ വീടിന് എത്ര തരുന്നുള്ളത്. അപ്പൊ അവരെ ഒന്ന് ബോധിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അത് കിട്ടിയില്ല ഇത് കുറഞ്ഞെന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്ര നല്ലതല്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ക്ലിയർ ആക്കുന്നത്. ഞങ്ങൾ ഇവൾക്ക് ഞാൻ പറയാം, എനിക്കും 5 അക്ക ശമ്പളം തന്നെയാണുള്ളത്. അതിനെന്താ, കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് വെക്കോ, അതിനൊക്കെ ഞങ്ങൾക്ക് സമ്മതമാണ്. അത് ശരിയാ. ഈ കാലത്തെ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. പോരാത്തിന് ഇവരുതാണ് വലിയ കുടുംബം, അവിടെ പിന്നെ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അത് ശരിയാ. വലിയ കുടുംബം ആവുമ്പോ അതിനനുസരിച്ച് ചെലവ് ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ രണ്ടാളും ജോലിക്ക് പോകുന്നല്ല തന്നെ. മോളെ, അതാണ് ശരി. എടാ, നിനക്ക് താല്പര്യക്കുറവൊന്നുമില്ല? അവനും അതാ ഇഷ്ടം. നിക്ക് പെങ്ങളെ, ഞാനേ വന്ന മുതൽ ഒരു കാര്യം ചോദിക്കണം ഓർത്താ വിട്ടുപോയി. പിന്നെ മോളുടെ അച്ഛൻ ഗൾഫിൽ പോയിട്ട് ഒരു 10-30 വർഷം എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ 30-31 വർഷമായി. അപ്പൊ നിങ്ങൾ ഈ ചുറ്റുവട്ടത്ത് കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിണ്ടാവും അല്ലെ? അങ്ങനെ കുറെ സ്ഥലമൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ മക്കൾ രണ്ടാളെ പഠിപ്പിക്കാൻ തന്നെ നല്ലൊരു പൈസയായി. പിന്നെ മോൾക്ക് വേണ്ടി വേങ്ങരയിൽ ഒരു 30 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഏത്? ആ ബൈപ്പാസിന്റെ അടുത്തുള്ള പച്ചക്കറി മാർക്കറ്റ് അല്ലേ, അതിനടുത്താ? അവിടെ തന്നെ. അവിടെയോ? അവിടെയൊക്കെ സ്ഥലം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യല്ലേ? ഇറ്റാ നല്ല വിലയില്ല അവിടെ. ഇപ്പൊ 6 ലക്ഷവും 7 പറയുന്നത്. ഇനി ഭാവിയിൽ കൂടെ എന്തായാലും ചാൻസ് ഉണ്ട്. അതിനെന്തിനാ വിൽക്കുന്ന ശിവരാമ? മോൻ കൊറേ കാലമായില്ലേ പറഞ്ഞ തുണിക്കട വേണം എന്നുള്ളത്. ഒരു ബിൽഡിംഗ് ഏരിയ തുടങ്ങാലോ കച്ചവടം. ഗോമതേജ് പറഞ്ഞാലും കാര്യമുണ്ട്. നിനക്കിനി അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അതിപ്പോ നിങ്ങൾ എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതുപോലെ ചെയ്യാലോ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ട്, നമ്മുടെ മനോജ്. അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കും. നിങ്ങളുടെ കല്യാണം ആകുമ്പോഴത്തേനും ബിൽഡിംഗ് അങ്ങോട്ട് പോകട്ടെ.
നമുക്ക് വേണമെങ്കിൽ ഗോമതി ടെക്സ്റ്റൈൽസ് പേരും കൊടുക്കുക, ഇല്ല ഗോമതേശ്? പിന്നെ മോക്ക് അത്യാവശ്യം ശമ്പളം ഉള്ളതുകൊണ്ടേ ലോണ് കിട്ടാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ലല്ലോ. ആ, അത് നല്ലൊരു കാര്യം. വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നല്ലൊരു വരുമാനമായല്ലോ. എന്നാ പിന്നെ നമുക്ക് ഡൗണിന് കരത്തിലേക്ക് കിടന്നാലോ? ഇപ്പൊ ഇങ്ങനെ ഡൗണിയൊന്നും ചോദിക്കലില്ല, കൊടുക്കലും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ മൂത്ത് 2 പെൺകുട്ടികൾക്ക് ഞങ്ങൾ 75 രൂപ ഓരോ കാറാ കൊടുത്തിരിക്കുന്നത് ഡൗണി ആയിട്ട്. അമ്മേ, എന്താടാ എനിക്കെന്താ ഡൗണി വേണ്ടേ? ഞാൻ സംസാരിക്കട്ടെ. അതൊക്കെ വേണം. ഡൗണി അല്ല, ഡൗറി. ഡൗറി അതിനിപ്പോ 1-2 അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് ഒരു കുഴപ്പമില്ല. അവർ കാര്യം പിടികിട്ടിട്ടുണ്ട്, അത് മതി. സ്ത്രീധനമാണോ പറയുന്നത്? പൈസ ആയിട്ടൊന്നുമല്ല, ഞങ്ങൾ സ്വർണ്ണം കൊടുത്തൊരു 10-85 രൂപ ആക്കി വെച്ചിട്ടുണ്ട്. ആ, അതറിഞ്ഞാ മതി, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. അവനെല്ലാം ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി കല്യാണത്തിന്റെ കാര്യത്തേക്ക് കടക്കാം അല്ലെ? ആ, ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാനിപ്പോ ജോലി കേറിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ഇനി 1-2 വർഷം കൂടുമ്പോഴത്തേക്കും സാലറി അങ്ങ് കൂടും. അത് വളരെ നല്ല കാര്യല്ലേ? എനിക്കറിയാം, നല്ല സ്കോപ്പുള്ള പോസ്റ്റ് അല്ലേ? ആ, പിന്നെ ഒരു 4-5 മാസത്തില് ഒരു കാറ് വാങ്ങുന്ന ഒരു ആഗ്രഹമുണ്ട്. കാറ് വാങ്ങിയാല് ഞാൻ ഇവിടെ നിർത്തണോ അതോ അങ്ങോട്ട് കൊണ്ടുവരണോ? അതെന്തായാലും കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ. മോളെ സ്വന്തം പൈസക്ക് വാങ്ങുന്നതല്ലേ, മോളത് കൊണ്ടുവരണം. പിന്നെ നമ്മൾ തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ആ, അപ്പൊ എന്നെ കല്യാണം കഴിക്കുന്നതോടുകൂടി രാഹുലിന് എന്തൊക്കെയാ കിട്ടാൻ പോണല്ലേ? ഒരു കാറ് ഫ്രീ ആയി കിട്ടും. പിന്നെ 10-80 പവന്റെ സ്വർണം അമ്മ പറഞ്ഞല്ലോ, അത് കിട്ടും. പിന്നെ 30 സെന്റ് സ്ഥലം, അതും ബൈപ്പാസിന്റെ അടുത്ത്. അതിപ്പോ അമ്മാവൻ പറഞ്ഞ പോലെ വിറ്റാലും നല്ല വില കിട്ടും. അല്ലെ പിന്നെ അമ്മേന്റെ ആഗ്രഹം പോലെ ഗോമതി ടെക്സ്റ്റൈൽസ് നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ കല്യാണം അവിടെ നടന്ന രാഹുലിന് എന്തായാലും ഒരു ലോട്ടറി അടിച്ച ഫലമായില്ലേ? അപ്പോഴേ ഈ കച്ചവടത്തില് എനിക്ക് എന്താണ് ലാഭം? ആ, അത് കാര്യം പറയാം. എന്ത്? നിങ്ങളുടെ മോനെ കെട്ടിയാല് എനിക്ക് എന്ത് കിട്ടും? നിനക്കെന്ത് തരേ? നീ കല്യാണം കഴിഞ്ഞ നല്ലൊരു ജീവിതം തരില്ലേ, അതുപോരെ? അത് അങ്ങനെയല്ലല്ലോ. എന്നെ കല്യാണം കഴിച്ച അതിനേക്കാൾ നല്ലൊരു ജീവിതമാണല്ലോ നിങ്ങളുടെ മോന് കിട്ടാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇത്രയും ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച സ്ഥിതിക്കേ എനിക്കും അങ്ങനെ തന്നെ സംസാരിക്കാലോ, അല്ലേ രാഹുലേ? അപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഈ കല്യാണത്തോടെ കാറായിട്ടും വസ്തുവായിട്ടും സ്ഥലമായിട്ടൊക്കെ ലക്ഷക്കണക്കിന് പൈസ രാഹുലിന് കിട്ടും. ഒരു കച്ചവടമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പൊ ഈ ഡീല് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്താണ് നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്? നീ എന്താ മോൾ ഇങ്ങനെ പറയുന്നത്? എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കിട്ടുന്നവർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതിന്റെ അടുത്ത് കയറിയിട്ട്. എന്റെ അമ്മ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചു വന്ന ആളാണ് എന്റെ അമ്മ. ഞാൻ ഓർമ്മ വെച്ച അന്ന് മുതല് അമ്മേനെ കാണുന്നത് ഈ അടുക്കളയില. അച്ഛനാണെങ്കിലും ഗൾഫിൽ. 1000 രൂപയ്ക്ക് പോലും അച്ഛന് മുമ്പിൽ ഒരുപാട് തവണ അമ്മ കൈനീട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അമ്മ എനിക്കൊരു ജോലി ഉണ്ടായത്. അത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജോലിയല്ല, ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അതിങ്ങനെ വിലപേശാൻ വരുന്നവരുടെ മുമ്പില് ഇട്ടുകൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അല്ല മോളെ, ഈ കാര്യങ്ങളൊക്കെ സാധാരണ മൂത്തവരെങ്കിലും സംസാരിക്കാം, അല്ലാണ്ട് കുട്ടികളല്ലല്ലോ. അത് അമ്മ പറയട്ടെ. അല്ല, അവള് പറഞ്ഞു തന്നെയാണ് ശരി. ജീവിതം അവളുടെ അല്ലേ, അപ്പൊ അവൾ തന്നെയല്ലേ സംസാരിക്കേണ്ടത്. രാഹുലേ, വേറൊന്നും തോന്നരുതേ. ഈ എന്റെ സ്വത്തും സ്വർണവും സ്ഥലവും എല്ലാം കണ്ട് അളന്നു നോക്കി എന്നെ കണക്ക് പറഞ്ഞ് കല്യാണം കഴിക്കാൻ വരുന്ന ഒരാളെ അല്ല ഞാൻ ഭർത്താവായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഈ സ്വത്തും പണം ഒന്നും ഇല്ലെങ്കിലും ഭാര്യനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു ആൺകുട്ടിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാ ശിവരാമ, ഇത് നോക്കി നിൽക്കാടാ ഗ്രാഫിലെ നടക്ക്. ഗോപദേശേ
തുണിക്കറിന്റെ കാര്യം പറയണ്ടായിരുന്നു. അത് ഞാനാണ് പറഞ്ഞത്, പെങ്ങളല്ലേ പറഞ്ഞേ. നടന്നത് നടന്നു പോകാം. അല്ല ചെക്കനവിടെ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. രാഹുലേ വാ, നിനക്കിവിടെ പെണ്ണില്ല. അമ്മേ, ഈ പെൺമക്കള് പഠിത്തം കഴിഞ്ഞ് ഒരു ഏജ് എത്തിക്കഴിഞ്ഞാലേ കയ്യിലുള്ളത് മുഴുവൻ വിറ്റ് പറക്കിയിട്ടാണെങ്കിലും ആരുടെയെങ്കിലൊക്കെ തലയിൽ വെച്ചു കൊടുത്ത് അവരെ ഒഴിവാക്കുന്നുള്ള ചിന്താഗതിയെ അതമ്മ മാറ്റ്. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഏബിൾ ആണമ്മേ. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. ഞാൻ സമാധാനത്തോടെ ജോലിയൊക്കെ ഒന്ന് ചെയ്യട്ടെ അമ്മ. എന്നിട്ട് ഞാൻ പറയാ എനിക്കപ്പൊ കല്യാണം വേണമെന്ന്.